ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു പായസത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് നുറുക്ക് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഗോതമ്പിൻ്റെ പായസം. നമ്മൾക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാക്കാരം. അല്ലാതെ നമ്മൾ അപ്പളക്കപ്പള കഴുകിയിട്ടാലും കുക്കറിലാകുമ്പോൾ വെന്തൊക്കെ കിട്ടും, പക്ഷേ അത്രക്കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെല്ലമൊക്കെ അത് ഒരുക്കി എടുത്തിട്ടുണ്ട്. 1/2 കിലോ വെല്ലാണ് എടുത്തിരിക്കുന്നത്, ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കിലേക്ക്. ഇപ്പോൾ നമ്മളെ ഗോതമ്പൊക്കെ വെന്തിട്ട് ഇതുണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പായസം നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ കറികളൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ വെല്ലം ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. ഇനി ഈ വെല്ലം ഇതിലൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു പാക്കറ്റ് പാലും കൂടി ചേർത്തിട്ട്, തേങ്ങാപ്പാലാണെങ്കിൽ അതിൻ്റെ 2ാം പാൽ ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ അവസാനം നമ്മൾ 1ാം പാൽ ചേർത്താൽ മതി. അതാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. തേങ്ങക്ക് ഇവിടെ ഭയങ്കര ക്ഷാമമാണ്, അതുകൊണ്ട് നമ്മൾ തേങ്ങ അല്ലാതെ പാക്കറ്റ് പാലോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങി രാത്രി ആയിട്ടോ. അപ്പോൾ കറണ്ടൊക്കെ പോയി അതിലിടക്കൊന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പായസമൊക്കെ വെന്ത് തിളച്ച് പോയില്ല, പക്ഷെ നന്നായിട്ട് വെന്തു കേട്ടോ. അപ്പോൾ പായസമൊക്കെ കണ്ടോ, വെല്ലം പാലൊക്കെ വെന്ത് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അതിടുന്നില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ചുണ്ട്, അതൊന്ന് വറുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിച്ചാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ പായസമൊക്കെ രാത്രി ആയിട്ടോ പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഞാൻ ആദ്യം ഒന്നും കൂടി പറഞ്ഞില്ലേ, സോറി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.